അപ്പോ വൈദ്യരുടെ ബോഡി അവിടെ കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് പ്രസാദിന് തീർച്ചയാണോ? 100% ഉറപ്പാണ് സർ. ഒന്നുകിൽ ആ വണ്ടിയിൽ വെച്ചായിരിക്കണം കൊലപാതകം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലം. എന്തായാലും ഡെഡ് ബോഡി കണ്ടെത്തിയ പരിസരത്തെങ്ങും ഒരു ബലപരീക്ഷണത്തിന്റെ ലക്ഷണം ഇല്ലായിരുന്നു. ഇരിക്കൂ. നിന്നോളാം സാറേ. പേരെന്താ? സുമലത. കിട്ടുണ്ണി വൈദ്യരുടെ ഒരേ ഒരു മോളല്ലേ? അതെ. നോക്കൂ സുമലത, വൈദ്യരുടെ മരണം ഒരു കൊലപാതകമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാവുന്ന അവസ്ഥയിലായിരുന്നു. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. അല്ല, വൈദ്യർക്ക് ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ വല്ല സ്വത്ത് തർക്കത്തിലോ ബന്ധുക്കളുടെ കൂട്ടത്തിലോ അങ്ങനെ ആരെങ്കിലും? ഇല്ല, അച്ഛനൊരു പാവമായിരുന്നു. പിന്നെ അച്ഛന് സ്വത്തുക്കളൊന്നുമില്ല, കാര്യമായിട്ട് ബന്ധുക്കളും ഇല്ല. എനിക്കിനി ആരുമില്ല. ഏയ് കരയാതെ കുട്ടി, ആരുമില്ലാത്തവർക്ക് ദൈവം തുണ. എന്തെങ്കിലും ഒരു വഴി ദൈവം മുന്നിൽ തുറന്നു തരും. സർ, ഈ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതം വലിയ പ്രശ്നമാണ്. അതൊരു വാടക വീടാ. ഓക്കെ പ്രസാദ്, ലെറ്റ് us finish the investigation first. അപ്പോ വൈദ്യർക്ക് ഒരു ഭാഗത്തു നിന്നും ആരുടെ ശത്രുതയില്ലെന്നാണോ സുമ പറയുന്നത്? എന്റെ അറിവിലില്ല സർ. എത്ര വീടുകളിൽ ചികിത്സയുണ്ടായിരുന്നു? അച്ഛൻ അങ്ങനെ പുറത്തുപോയി ചികിത്സിക്കാറില്ല. 2 ആഴ്ചയായിട്ട് തെങ്ങുമൂട്ടി തറവാട്ടിൽ ഫിലിപ്പോസ് മുതലാളിയെ ചികിത്സിക്കാൻ പോകാറുണ്ടായിരുന്നു. മരിച്ച ദിവസം രാവിലെ അങ്ങോട്ട് പോയതാ. അല്ല, വൈദ്യര് ഭ്രാന്തിന് ചികിത്സിക്കാറുണ്ടോ? ആ ചികിത്സ അച്ഛന് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ആ വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ വൈദ്യര് സുമയോട് പറഞ്ഞിട്ടുണ്ടോ? ഉവ്വ്, മരുന്നെടുക്കാനൊക്കെ ഞാൻ അച്ഛനെ സഹായിക്കാറ്. അക്കൂട്ടത്തിൽ പറയാറുണ്ട്, നാട് വിറപ്പിച്ച വലിയ പണക്കാരനായിരുന്നു ഫിലിപ്പോസ് മുതലാളി. ഇപ്പൊ ഒരു പൂച്ചയെ പോലെ പഞ്ചപാവമെന്നൊക്കെ. അവിടുത്തെ അമ്മച്ചിയെ കുറിച്ചും നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. അതെ, അവിടെ ചികിത്സയ്ക്ക് പോയ രാത്രി വരെ അവിടെ തങ്ങാറുണ്ടോ? ഇല്ല, ഉച്ചയാവുമ്പോഴേക്കും വരാറുണ്ട്. ആകെ 4 തവണയെ പോയിട്ടുള്ളൂ. അപ്പോഴൊക്കെ വീട്ടിൽ വന്നിട്ടാ ഊണ് കഴിച്ച്. കയ്യിലും കഴുത്തിലും ഒക്കെ സ്വർണ്ണാഭരണങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല. കൊലപാതകത്തിന്റെ പ്രേരണ അറിയാൻ വേണ്ടി ചോദിച്ചതാ. പ്രസാദ്, അങ്ങനെയാണെങ്കിൽ ആ ദിവസം വൈദ്യർ തെങ്ങുമൂട്ടിൽ നിന്നും എത്ര മണിക്ക് വെളിയിലേക്ക് പോയതെന്ന് കണ്ടുപിടിക്കണം. പിന്നെ അവര് കൂടുതൽ കാശ് വല്ലതും അന്ന് വൈദ്യർക്ക് കൊടുത്തിരുന്നു എന്നും അറിയണം. ശത്രുക്കൾ ആരും ഇല്ലെങ്കിൽ പിന്നെ മോഷണം അല്ലാതെ വേറെന്ത് മോട്ടിവേഷൻ? വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല സാർ. കഴുത്ത് ഞെരിച്ചു കൊന്നതാ, അതും കൈകൊണ്ട്. കരയണ്ട, ഒക്കെ നേരിടാൻ ശീലിക്കണം. സുമൃത പൊയ്ക്കോളൂ. സുമ ഒന്ന് നിന്നേ. എന്നെ ഒരു ചേച്ചിയെ പോലെ കണ്ടാ മതി. സുമയ്ക്കിപ്പോ കാശിന്റെ ആവശ്യം വല്ലതുണ്ടോ? ഇല്ല. ശരി, പക്ഷേ സുമയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാം. ഏത് രാത്രിയിലും എന്നെ വിളിക്കാം. ഓക്കെ? ആരെങ്കിലും സംശയം തോന്നിയാ ഉടനെ എന്നെ കോണ്ടാക്ട് ചെയ്യണം. ശരി. ഓക്കെ. എനിക്കാകെ പേടിയാവുക അമ്മച്ചി. ഒരു ഭാഗത്ത് മോനെ കാണാതായ കേസ്, മറ്റേ ഭാഗത്ത് വൈദ്യരുടെ മരണം. ഇത് 2 സെലീനെ അന്വേഷിക്കുന്നേ. എങ്ങാനൊരു സംശയം നമ്മളെപ്പറ്റി തോന്നിയാ? അയ്യോ എന്റെ മോനെ, നീ അമ്മച്ചി ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ. പേടിപ്പിക്കുന്ന അല്ല അമ്മച്ചി. ഒരു ആശ്വാസത്തിന് ഞാൻ അമ്മച്ചിയോടല്ലാതെ വേറെ ആരോട് പറയാൻ? സെലീനെ ചോദ്യം ചെയ്യാൻ വേണ്ടി എന്നെ ASP ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. ഈശോയെ, വളരെ മോശമായിട്ട് അവൾ എന്നോട് പെരുമാറിയേ.
അർത്തുങ്കിൽ പള്ളിയിൽ വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാത്ത മട്ട്. വൈദ്യരുടെ കാര്യത്തിനാണോ വിളിപ്പിച്ചേ? അല്ല, മോന്റെ കാര്യം ചോദിക്കാൻ. ഇനി വൈദ്യർ അവസാനമായിട്ട് ഇവിടെയാ വന്നതെന്ന് മനസ്സിലാക്കിയ വീണ്ടും വിളിപ്പിക്കും, ഉറപ്പാ. എന്നെ അപമാനിക്കാൻ തരം നോക്കിയിരിക്കുക അവള്. മോനെ, നീ അബദ്ധമൊന്നും പറഞ്ഞേക്കല്ലേ. അപ്പച്ചനെ ഇനിയും പോലീസിന് വിട്ടുകൊടുക്കരുത് മോനെ. ഇല്ല മച്ചി, വൈദ്യർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ട് കേസിന് വലിയ ബലം കാണത്തില്ല. പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് തേഞ്ഞു മാഞ്ഞു പോവും. പക്ഷേങ്കി അയാൾക്കൊരു പെങ്കൊച്ചുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അതുണ്ട്. പക്ഷേ അവൾ തനിയെ വിചാരിച്ച എന്നെ നടക്കാനാ മച്ചി. ഒന്നുകിൽ പാർട്ടി വേണം, അല്ലെങ്കിൽ കാശ് വേണം. ആ പെണ്ണിന് ഇതൊന്നുമില്ല. ഓർത്തിട്ട് സങ്കടം തോന്നുക. അതിനെ എങ്ങനെ ജീവിക്കുമെന്തോ. അമ്മച്ചി ഇപ്പൊ അതോർത്താന്നോ സങ്കടപ്പെടുന്നേ? മനുഷ്യൻ ഇവിടെ തീ തിന്നുക. എന്നതാടാ ബോബ ഇത്? എന്റെ കഷായം മരുന്നൊക്കെ നിർത്തിയോ? ആ വൈദ്യരെ ഇങ്ങോട്ട് കണ്ടിട്ട് 3-4 ദിവസമായല്ലോ. എന്നതാടി അന്നാമേ നിന്റെ മുഖത്തൊരു വിഷമം? പനിയുണ്ടോ നിനക്ക്? ഏയ്, ആ ഇതെന്നാ പോകില്ല. എന്നതാടാ ബോബ ഇത്? നീ അമ്മച്ചി വഴക്കുവല്ലം പറഞ്ഞായിരുന്നോ? എന്തുവാ മോനെ ഇത്? ഒത്തിരി സങ്കടം സഹിച്ച് തല്ലിയോടാ നിന്റെ അമ്മച്ചി. പിന്നെന്തിനാടാ ഓരോന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? കരയല്ലേടി എന്നെ അമ്മു. നിനക്ക് ഞാനില്ലോടി. കരയല്ലേടി പെമ്പിളെ, നിനക്ക് ഈ ചായനുണ്ട് ഇല്ലൂടാ മോനെ. ഇത് റബ്ബർ എസ്റ്റേറ്റിന്റെ പ്രമാണമല്ലേ? ഞാൻ വിചാരിച്ചത് 60 ഏക്കറാണെന്ന്. ഓ, പക്ഷേ 61.5 ഏക്കർ ഉണ്ട് കേട്ടോ. അല്ല, ഇതിപ്പോ അവൻ്റെ തന്നെ കൊടുത്താൽ മതിയായിരുന്നല്ലോ. അവനല്ലേ ചോദിച്ചത്. 10 പൈസ പോലും ശ്രീധരൻ വാങ്ങിപ്പോരുതെന്ന് ഞാനവനോട് പ്രത്യേകം പറഞ്ഞിരുന്നതാ. അതിന് ഇത് പണമൊന്നല്ലല്ലോ ഏട്ടാ. എന്റെ മോൾക്ക് ഞാൻ കൊടുക്കുന്നൊരു സമ്മാനം, അത്രയും കരുതിയാൽ മതി. അതെ, അല്ലെങ്കിലും സ്ത്രീധനമെന്ന് വെച്ചാൽ അത് സ്ത്രീക്ക് വേണ്ടി അവളുടെ വീട്ടുകാർ കൊടുക്കുന്ന ധനമാണല്ലോ. ഒക്കെ പെൺകുട്ടികൾക്ക് അവകാശപ്പെട്ടതും. നിതിന് അർജുനേട്ടന്റെ കാര്യം ഓർത്താ സങ്കടം. കടം കയറിയ അവസ്ഥയിൽ ഡാഡി കല്യാണ പന്തൽ വന്ന് നിൽക്കരുതെന്ന അവന്റെ ആഗ്രഹം. ഏട്ടനത് എൻഗേജ്മെന്റ് കഴിഞ്ഞുടനെ വിറ്റോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. അതിപ്പോ മൃദുല മോൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല പാർവതി. അച്ഛനറിഞ്ഞാലും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. അച്ഛനോട് തൽക്കാലം പറയണ്ട. പിന്നെ മീതുനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഇനിയിപ്പോ എത്ര കാലം അനുഭവിക്കും എന്റെ മോളീ സ്വത്തുക്കളൊക്കെ? എന്റെ മോളുടെ ജീവിതം എപ്പോഴും ഈശ്വര. അരുത്, ഒന്നും പറയരുത്. ഒരു മംഗളകാര്യം നടക്കാൻ പോകുമ്പോൾ എന്തിനാ ചുമ്മാതെ അറം പറ്റുന്ന വാക്കുകൾ പറയുന്നത്? ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ എസ്റ്റേറ്റിന്റെ കാര്യം ഒരു കാരണവശാലും അച്ഛൻ അറിയരുത് കേട്ടോ. ഇല്ല ഏട്ടാ, ഞാനായിട്ട് ഇതൊന്നും ആരോടും പറയില്ല. ആ, അങ്ങനെ തന്നെ വേണം. ചുറ്റും അസൂയക്കാരൻ. ഏട്ടാ, ഏട്ടനും ഏട്ടൻ്റെ ഈ കൂടപ്പിറപ്പിനോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം ഞാൻ തന്ന ഈ പ്രമാണത്തിനോടാണോ? അത് ഞാൻ. ഏട്ടൻ വിഷമിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലാവും. പാറു, എന്റെ അവസ്ഥ അറിയാം, എല്ലാം എനിക്കറിയാം. ഏട്ടൻ സമാധാനമായിട്ട് പോയിക്കോ. നിനക്കെന്നോട് ദേഷ്യമുണ്ട് ചിന്നു? ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ഞാൻ തിരിച്ചുകൊണ്ട് തരാം. വേണ്ട, അതിനാപത്തൊന്നുമില്ല എന്നറിഞ്ഞാൽ മതി. അത് ഞാൻ എത്ര വട്ടം പറഞ്ഞു ചിന്നു. ഒത്തിരി കാലം അമ്മയാൻ കൊതിച്ചിട്ടും അത് നടക്കാതെ പോയൊരു പെണ്ണിൻ്റെ കയ്യിലാ കുഞ്ഞ്. ആരാ ഇവിടെ നിന്നൊക്കെ നീ അറിഞ്ഞാൽ പിന്നെയും
അതിനെ ചെന്ന് കാണാൻ നിനക്ക് തോന്നും. ഒരു കണക്കിന് അതും ശരിയാ. അറിയണ്ട, ആരുടെയോ കുഞ്ഞ്. വേറെ ഏത് കുഞ്ഞിനോടും തോന്നുന്ന സ്നേഹം തന്നെ എനിക്ക് അതിനോടും ഉള്ളൂ. എന്നാലും ചില നേരത്ത് മനസ്സ് വല്ലാണ്ടങ്ങ് വിഷമിക്കും. നൊന്ത് പെറ്റ ഒരു അമ്മയാണല്ലോ ഈശ്വര, അതിനെ മരണത്തിലേക്ക് ഒഴുക്കി വിട്ടെന്ന് ചിന്തിച്ച് സങ്കടം തോന്നും. ചിന്നു, ആ കൊച്ചിൻ്റെ കാര്യമൊക്കെ നീ മറന്നേ പറ്റത്തുള്ളൂ. നമുക്ക് ഓർമ്മിക്കാനും ചെയ്തു കൂട്ടാനും ഇനി ഒത്തിരി കാര്യങ്ങളില്ലേ ചിന്നു. ഇത്രയും കാലം നീ ജീവിച്ച മറ്റുള്ളവർക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടിയല്ല. പക്ഷെ ഇനിയെങ്കിലും നീ നിനക്ക് വേണ്ടി ജീവിക്കണം. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് വേണ്ടിയെങ്കിലും ജീവിക്കേ. സമ്മതിച്ചു. എന്നാലും ശീലം മറക്കാൻ ഒത്തില്ലെങ്കിൽ നീ എന്നോട് പിണങ്ങരുത്. ആ എടാ കരുമ, കെട്ടിനു മുമ്പ് നീ എന്താ ഭാര്യ വീട്ടിൽ പൊറുതി തുടങ്ങിയോ? അതിന് പണ്ടേ ഞാൻ ഇവിടെ തന്നെയല്ലേ പ്രതി, മുറ്റത്താണെന്നേ ഉള്ളൂ. ആ എന്നാ പിന്നെ ഉടനെ തന്നെ പൊറുതി പെരക്കകത്താക്കാനുള്ള വഴി നോക്കാം. മൂപ്പം പറഞ്ഞു വിട്ട് തന്നെ താലികെട്ട് ഉറപ്പിക്കാൻ. ഈ വരുന്ന വെളുത്തുവാവിന് കല്യാണം. ആ രണ്ടും കൂടി ചെന്ന് ദക്ഷിണ വെക്കാൻ മൂപ്പം പറഞ്ഞു. ഇതെന്ത് രണ്ടും കൂടി പാവക്കൂത്ത് നടത്തണ? എന്താടി ചിന്നു, ഇനിയും തടസ്സം വല്ലതും ഉണ്ടാ? ഏയ്, ദക്ഷിണ വെക്കാം അല്ലേ കരുമ? ആ ഏതായാലും മൂപ്പന് കൂള് തന്നെ. ഇതിപ്പം 3-ാം വട്ടമാ ഞങ്ങളുടെ ദക്ഷിണ കിട്ടുന്നത്. ഒന്നിപ്പഴച്ചാ 3. ഇതോടെ മൂപ്പന്റെ കോൾ അവസാനിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ തള്ളയും മോളെ ഒരു കാരണവശാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നെ കരുതിക്കുട്ടി അവമാനിക്കാൻ വേണ്ടിയല്ലേ നീ അവരെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? ഐ വോണ്ട് ആൻ ആൻസർ. സ്റ്റോപ്പ് ഇറ്റ് നിതിൻ. ഞാൻ നിങ്ങളുടെ വേലക്കാരിയൊന്നുമല്ല. ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ എനിക്കിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ സൗകര്യമില്ല. പ്ലീസ് ലീവ് മീ അലോൺ. എന്താ ഗെറ്റ് ഔട്ട് പറയാത്തെ? പറഞ്ഞോ. നിന്റെ വീരശൂര പരാക്രമം എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. മോളെ, അമേരിക്കയെ കേൾക്കാത്ത ഒരു പഴഞ്ചൊല്ല് പഠിപ്പിച്ചു തരാം ഞാൻ. കൊഞ്ചു തുള്ളിയ മുട്ടോളം, അവിടുന്നും തുള്ളിയ ചട്ടിയിൽ. അതുകൊണ്ട് നീ തുള്ളിക്കോ. ചട്ടി ഇപ്പൊ എന്റെ കയ്യിലാ ഉള്ളത്, അത് മറക്കണ്ട. വാട്ട് യു മീൻ? യെസ്, 60 ഏക്കർ വിസ്തീർണമുള്ള ഒരു ചട്ടി. അതുകൊണ്ട് നീ എത്രയൊക്കെ തുള്ളിയാലും ആ ചട്ടിയിലോട്ടേ വന്ന് വീഴൂ. 60 ഏക്കർ റബ്ബർ എസ്റ്റേറ്റിന്റെ കാര്യമാണ് ഈ പറയുന്നത്? അതെ മൈ ഡിയർ, ആ എസ്റ്റേറ്റിന്റെ പ്രമാണം ഇപ്പൊ എന്റെ കയ്യിലാ. അതിന്റെ അർത്ഥം എന്താണെന്നോ? കല്യാണം ഉറപ്പിച്ചെന്ന്, നീ എന്റേതായി കഴിഞ്ഞെന്ന്. നോ, എന്നോട് ചോദിക്കാതെ മമ്മി അത് ചെയ്യില്ല. അതും എൻഗേജ്മെന്റ് പോലും കഴിയാതെ. യു ആർ ടെല്ലിംഗ് ലൈസ്. അതെ അതെ, ഓർക്കാതെ ഞാൻ ഒരു കള്ളം പറഞ്ഞു പോയി. അത് കള. വി വിൽ ഡിസ്കസ് ദ അതർ സബ്ജക്റ്റ് അഗൈൻ. സോഫിയ ആന്റിയും സെലീന ചേച്ചി. എന്തിനാ മീതു ഇപ്പൊ തറവാടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആ സ്ത്രീയോടെ താമസിക്കുന്നത്? നമ്മുടെ സന്തോഷത്തിനും സ്വകാര്യതയ്ക്കൊക്കെ അതൊരു തടസ്സമല്ലേ മീതു? നമ്മുടെ സ്വകാര്യതയോ? അതെന്താ അത്? ഫോർ എക്സാമ്പിൾ ഇത് തന്നെ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇവിടെ തനിച്ചല്ലേ. റൊമാൻറ്റിക്കായി വല്ലതും സംസാരിച്ചു തുടങ്ങുമ്പോൾ ആ തള്ള കയറി വരുന്നെന്ന് വിചാരിക്കേ, സ്വകാര്യത നഷ്ടപ്പെട്ടില്ലേ? അതിനിപ്പോ എന്ത് വേണമെന്നാ പറഞ്ഞു വരുന്നേ? അവർ രണ്ടുപേരും ഈ വീട്ടിൽ ഒരു അധികം പറ്റ. നീ ഒന്ന് സമ്മതം മൂടിയാൽ മതി, പുകച്ചു പുറത്തെ അടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വേറെ ചിലരെ പുകച്ച് പുറത്തെ അടിക്കാൻ എനിക്ക് തോന്നുന്നേ. വാട്ട് യു മീൻ? യു നോ വാട്ട് ഐ മീൻ ബെറ്റർ ദാൻ മീ.